പണ്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും ഈ ബാലചന്ദ്ര മേനോനൊക്കെ സജീവമായി നിന്നിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സിനിമാ ടൈറ്റിലുകളിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം എഡിറ്റിംഗ് സംഗീത സംവിധാനം ബാലചന്ദ്ര മേനോൻ എന്നിങ്ങനെ സർവകലാ വല്ലഭൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ എഴുതി വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഏകദേശം അതുപോലെയാണ് ഇപ്പോൾ UDF സർക്കാരിലെ കാര്യങ്ങൾ. ഇവിടെ തുറമുഖ വകുപ്പ്, നിയമവകുപ്പ്, ധനവകുപ്പ്, പൊതുഭരണം ഇതെല്ലാം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നു. ഈ കത്ത് ആകെ അറിയുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ സർക്കിളിൽ നിൽക്കുന്നവരും മാത്രമാണ്. കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എഡിറ്റിംഗ് എല്ലാം മുഖ്യമന്ത്രി നേരിട്ട് നിർവഹിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകകപ്പിന്റെ കാലമാണല്ലോ, അതുകൊണ്ട് ലോകകപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സർക്കാരിന്റെ ആദ്യ കാലഘട്ടത്തിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും മികച്ച മുന്നേറ്റങ്ങളിലൊന്നായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിഷയം സഭയിൽ സബ്മിഷനായി ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിന്റെ ആ ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിലാണ് മുഖ്യമന്ത്രി പെട്ടുപോയത്. ആ ചോദ്യമാണ് ഇത് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വലിയ ഇടപാടുകൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മറവിൽ നടക്കുന്നു എന്ന വിഷയം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കാരണമായത്. ആ ചോദ്യം കൂടിയാണ്. അവിടെയാണ് മുഖ്യമന്ത്രിക്ക് പണി പാളുന്നത്. പിന്നീട് കൃത്യമായി വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വന്തം പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും ഉയർന്ന ചോദ്യങ്ങൾക്കും മറുപടി പറയാനും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്തി നിൽക്കുന്നു. എത്ര കാലം ഇങ്ങനെ പോകുമെന്നതാണ് ചോദ്യം. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്.